എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി നല്ല മഴയാണ്. അങ്ങനെ മഴ മാറി ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ. മഴക്കാലമാകുമ്പോൾ അച്ഛനമ്മമാർ പോകണ്ട എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നിലേക്കാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ പോകുന്നത് അതേ അച്ഛനമ്മമാർക്ക് വേണ്ടിയാണ്. എൻ്റെ വീഡിയോ കാണുന്നവരിൽ കൂടുതലും മുതിർന്നവരും പ്രായമായ അച്ഛനമ്മമാരും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രയിൽ നിങ്ങളെ എല്ലാവരെയും കൂടെ കൂട്ടിയുള്ള യാത്രയാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലും നമ്മളെല്ലാവരും ഒരുമിച്ചാണ് കാഴ്ചകളെല്ലാം കാണാൻ പോകുന്നത്. ഇനി ആർക്കും പോകാൻ പറ്റുന്നില്ലല്ലോ, കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമമൊന്നും വേണ്ട കേട്ടോ. അതൊക്കെ ഇപ്പോൾ തന്നെ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞേക്ക്. നമ്മൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്കമാലിയിൽ നിന്നും മൂക്കന്നൂർ വഴി ഏഴാറ്റുമുഖത്തേക്കും അതുവഴി അതിരപ്പള്ളിയിലേക്കുമാണ്. അതിരപ്പള്ളിക്ക് നമുക്ക് ചാലക്കുടി വഴിയും പോകാൻ കേട്ടോ. അത് വളരെ നല്ല റോഡുമാണ്. പക്ഷേ ഞാൻ പറവൂരിൽ നിന്ന് വരുന്നത് കൊണ്ടും പിന്നെ കുറച്ച് ഗ്രാമഭംഗിയും പച്ചപ്പും തിരക്കില്ലാത്ത റോഡുമൊക്കെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഈ വഴി പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഏഴാറ്റുമുഖത്തെത്തി. എൻട്രി ടിക്കറ്റ് എല്ലാം എടുത്തു. ഞങ്ങൾ 3 പേരുണ്ട്. ഒരാൾക്ക് 20 രൂപ വെച്ച് 60 രൂപയും പാർക്കിങ്ങിന് 30 രൂപയുമാണ് ഇവിടുത്തെ നിരക്ക്. ഇപ്പോൾ സമയം രാവിലെ 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം എത്തുന്നതേ ഉള്ളൂ. എന്തായാലും വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെയുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു കവാടം അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തായി തൂക്കുപാലവും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് നേരെ തൂക്കുപാലം കാണാൻ പോകാം. നല്ല ഉയരത്തിലും നീളത്തിലുമാണ് ഈ തൂക്കുപാലം നിർമ്മിച്ചിരിക്കുന്നത്. കയറുന്നവർക്ക് ചെറിയ പേടിയൊക്കെ തോന്നാട്ടോ. കാരണം ഇത് നന്നായിട്ട് ആടുന്നുണ്ട്. ആളുകൾ നടക്കുന്നതനുസരിച്ച് ഇതിന്റെ ആട്ടവും കൂടുന്നുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ഇനി നമുക്ക് ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ചകളെല്ലാം കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് പാലത്തിന്റെ മറുവശമാണ് കേട്ടോ. ആ ഭാഗത്തെ തൂമ്പൂർമൊഴി എന്നാണ് പറയുന്നത്. അവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ അവിടെയുള്ള ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. നമ്മളിപ്പോൾ ഏഴാറ്റുമുഖം വഴി വന്നതുകൊണ്ട് നമുക്ക് ഈ പാലത്തിന്റെ അറ്റം വരെ പോകാനേ സാധിക്കുള്ളൂ. പക്ഷേ അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് അവിടേക്ക് പ്രവേശിക്കാൻ കഴിയും. തിരിച്ചു നടക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഏഴാറ്റുമുഖത്ത് നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കാണാം. നമുക്ക് വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നല്ല ഒഴുക്കുണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ നല്ല സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഏറുമാടവും കാണാം. ഏഴാറ്റുമുഖത്തോട് വിട പറയാം. ഇനി നേരെ അതിരപ്പള്ളിക്ക്. പാമോയിൽ പ്ലാന്റേഷൻ റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്നത്. കേരള സർക്കാർ പ്ലാന്റേഷൻ കോർപ്പറേഷന് കീഴിലാണ് ഈ പാമോയിൽ പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 150ഓളം ആളുകൾ ഈ പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്നുണ്ട്. റോഡ് സൈഡിൽ വെട്ടിയിട്ടിരിക്കുന്ന പഴക്കുലയാണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൽ നിന്നാണ് പാമോയിൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമ്മൾ അതിരപ്പള്ളി എത്തി. ടിക്കറ്റ് എല്ലാം എടുത്തു. മുതിർന്നവർക്ക് 50 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ഇവിടുത്തെ പ്രവേശന ഫീസിന്റെ നിരക്ക്. വരുന്ന വഴിക്ക് നല്ല മഴയൊക്കെ കിട്ടിയിരുന്നു. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഒരു ചായ കുടിക്കണം എന്നൊരു മോഹം. കൂടെയുള്ളത് ഭാര്യയുടെ ചേട്ടനും അനിയനുമാണ് കേട്ടോ. നല്ല മഴ സമയമായതുകൊണ്ട് ഇവർ ചിലപ്പോൾ നമ്മളെ കടത്തിവിടില്ല, അല്ലെങ്കിൽ ഇവിടെ ആരും ഉണ്ടാകില്ല എന്നൊക്കെ കരുതിയാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. എന്നാൽ ഇവിടെയെല്ലാം നല്ല തിരക്കാണ് കാണുന്നത്. നമുക്ക് കയറാം. ഇതാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലേക്ക് കടന്നു പോകുവാനുള്ള കവാടം. കാണുന്നത് വീൽ ചെയർ കയറുന്നതിനുള്ള റാമ്പാണ് കേട്ടോ. ചെറിയ മഴയും ഈ മരങ്ങളും പച്ചപ്പും എല്ലാം കൂടി നല്ല ഒരു കാഴ്ചയും അനുഭവവുമാണ് ഇതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ ഒന്നും തന്നെ മിസ്സാക്കാതെ എല്ലാം നിങ്ങളെ കാണിക്കുക എന്നതാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം തിരക്കെല്ലാം കാണുന്നുണ്ട്. മഴയൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല എന്നും മനസ്സിലായി.
കാണാൻ ഭംഗിയാണെങ്കിലും നല്ല റിസ്ക് ആണ് ഇവിടെ നിന്ന് താഴേക്കുള്ള ഇറക്കം. പാറയെല്ലാം നല്ല വഴുക്കലുണ്ട്. എല്ലാവരും വളരെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. കുത്തനെയുള്ള ഇറക്കം കഴിഞ്ഞ് എല്ലാവരും ഇവിടെ ഒന്നിരുന്ന് വിശ്രമിച്ചിട്ടാണ് കാഴ്ചകളെല്ലാം കാണുന്നത്. എന്തായാലും പ്രായമായവർക്ക് ഇത് വളരെ ഉപകാരമാണ്. പഴയ പോലെ വെള്ളത്തിലിറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. ഇവിടെ എല്ലായിടത്തും ഇതുപോലെ കയറുകൾ കെട്ടി അപായ ബോർഡ് വച്ചിട്ടുണ്ട്. കൂടെ നിരീക്ഷിക്കാനായിട്ട് ഗാർഡുകളും ഉണ്ട്. ഞാൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയധികം വെള്ളം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയുള്ള ഭാഗമാണ്. അവിടെയുള്ള കാഴ്ചകളും ഞാൻ നിങ്ങളെ കാണിക്കാട്ടോ. അവിടേക്കെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപകടകരമായ കല്ലുകൾ കൊണ്ടുള്ള റോഡും വളരെ ഇടുങ്ങിയതും കുത്തനെയുള്ള ഇറക്കവുമൊക്കെ ആയതുകൊണ്ട് പ്രായമായവരും കാലിന് വയ്യാത്തവരുമെല്ലാം മുകളിൽ തന്നെയാണ് ഇരിക്കുന്നത്. കുറച്ച് സാഹസികമാണെങ്കിലും സൂപ്പറാണ് കേട്ടോ. സാഹസികമാണെങ്കിലും വളരെ മനോഹരമാണ് ഇവിടെയുള്ള ഈ പാത. സിക്സാഗ് പോലെ, നമ്മുടെ താമരശ്ശേരി ചുരം പോലെയൊക്കെയാണ് ഈ പാതയുടെ കിടപ്പ്. പാതി ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചയാണ് ഇത്. അതുകൊണ്ട് തന്നെ താഴേക്കിറങ്ങാനുള്ള ആകാംക്ഷയും കൂടി. നിങ്ങൾ കണ്ടില്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു അനുഭവമാണ് അത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് അനുഭവിച്ചാലേ മനസ്സിലാവും. ഇവിടെ അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ 2 ഓലമേഞ്ഞ ഷെഡുകളൊക്കെ ഉണ്ട്. പക്ഷെ ആരും തന്നെ ഇതിൽ കയറി നിൽക്കുന്നൊന്നുമില്ല കേട്ടോ. എല്ലാവരും നനഞ്ഞു കുളിച്ചു. പിന്നെ എന്തിനാണ് കയറി നിൽക്കുന്നത്? കൊടുങ്കാറ്റും പേമാരിയും ഒരുമിച്ച് വന്നാലുള്ള ഒരു അവസ്ഥയില്ലേ, അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത്. ഇവിടെ എവിടേക്ക് മാറി എന്നാലും ഒരു രക്ഷയില്ല, എല്ലാവരും നനയും. അങ്ങനെ തിരിച്ചു കയറ്റം തുടങ്ങി. താഴത്ത് കോർത്ത കല്ലുകളും കുത്തനെയുള്ള കയറ്റവുമൊക്കെ നമ്മളെ ഒന്ന് തളർത്താനൊക്കെ ശ്രമിക്കും. പക്ഷേ വേറെ നിവൃത്തിയില്ലല്ലോ, ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. കുറച്ച് കയറുമ്പോൾ ഒരു ചെറിയ ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ. ടോയ്ലറ്റ് ചെറുതാണെങ്കിലും അത് എല്ലാവർക്കും ഒരു ഉപകാരം തന്നെയാണ്. ഇറങ്ങുന്നവരെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് ഇറങ്ങുന്നത്. കയറുമ്പോഴുള്ള അനുഭവം അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഒരുവിധം മുകളിലെത്തി. അപ്പോൾ ഇതാ ഒരു ചേട്ടൻ കവണിയുമൊക്കെ ആയിട്ട് കുരങ്ങന്മാരെയെല്ലാം വിരട്ടി ഓടിക്കുകയാണ്. ചേട്ടൻ്റെ ഒപ്പം ഒരു നായയും ഉണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ കുറച്ച് വിഷമം തോന്നി. എന്തായാലും കുരങ്ങന്മാർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം എന്ന് തോന്നി. കുറച്ച് നടന്നപ്പോൾ ഒരു ക്യൂട്ട് കുഞ്ഞൻ കുരങ്ങനെ കണ്ടു. ആ പാവത്തിന് ഇറങ്ങാൻ നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും ബിസ്ക്കറ്റ് നീട്ടിയപ്പോൾ പേടിച്ച് വിറച്ച് ഇറങ്ങി മെല്ലെ മെല്ലെ ചുമൊക്കെ നോക്കി 2 ബിസ്ക്കറ്റ് മാത്രം എടുത്തിട്ട് വേഗം മരത്തിലേക്ക് കയറി മറിഞ്ഞു. ഇനി നമുക്ക് പുറത്തിറങ്ങി അവിടെയുള്ള കാഴ്ചകൾ കൂടി കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വ്യത്യസ്തമായ കാഴ്ചകളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. അതുവരെ ബൈ. I will take it.